ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് കൂർക്ക എങ്ങനെ നടാമെന്ന് നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊണ്ടുവരുന്ന കൂർക്ക നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സ്വയം നട്ട് വളർത്തി ഉണ്ടായി അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് എങ്ങനെ നടാമെന്ന് നോക്കാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇവിടെ 2 പേര് കൂടി ഉണ്ടെന്ന് നടാൻ പോണത്. എൻ്റെ മോനും കൂടി ഉണ്ട്. അവൻ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരും ഓരോന്ന് ചെയ്യാനായിട്ട്. അപ്പം ഞാനത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. കാരണം പിള്ളേർക്ക് അവരുടെ ഒരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആദ്യം തന്നെ നമുക്ക് കൂർക്കയുടെ തല ഇതുപോലെ മുറിച്ചെടുക്കാം. ഇത് ഞങ്ങൾ നേരത്തെ നട്ടിട്ട് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ബാക്കി അതിൻ്റെ പിഞ്ചൊക്കെ കിടന്ന് മുളച്ച് വന്നതാണ്. കൂർക്ക നടുന്നതിന് നല്ല സമയവും നാളും ദിവസമൊക്കെ നോക്കിയിട്ടാണ് ചിലർ നടുക. അപ്പം അതെങ്ങനെ ഏത് ദിവസമൊക്കെ നടാമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് കയറി വാച്ച് ചെയ്തിട്ട് പോയിക്കോളൂ. ഡ്രസ്സിൽ ഇതുപോലെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ താഴേക്ക് ഞങ്ങൾ മാറ്റി. അതിൽ ഞാനിവിടെ ഇതേ കറ്റാർവാഴ നട്ടിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൈയൊക്കെ ഉണ്ടായത് കുറേയൊക്കെ ഞാൻ താഴെ കൊണ്ടുപോയി നട്ടു. ചാമയും മോനും കൂടിയാണ് കൂർക്കത്തല നടാനായിട്ട് മുന്നിട്ട് ഇറങ്ങിയിരുന്നത്. അവൻ എന്ത് ചെയ്യും, എങ്ങനെ കൊളാക്കോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. ഞങ്ങൾ കൂർക്കയുടെ തലയൊക്കെ മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുല്ലുകളൊക്കെ മുളച്ച് നിൽക്കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കട ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഞങ്ങൾ പറിച്ച് മാറ്റി. അതിലുണ്ടായ കളയൊക്കെ പറിച്ച് നന്നായിട്ട് മണ്ണൊക്കെ നന്നായിട്ട് കുത്തി ഇളക്കി എടുത്തു. മരത്തിൻ്റെ പീസ് വെച്ചിട്ട് 4 സൈഡിൽ ഇതുപോലെ വച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കി തന്നെ. അച്ഛനാണ് ഇതിങ്ങനെ ഉണ്ടാക്കി തന്നത്. അമ്മ പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് മണ്ണ് കൊണ്ടിട്ടു. അങ്ങനെയാണ് നട്ടത്. പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ അവനെ നോക്കി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇച്ചിരി നേരം വൈകി. കറക്റ്റ് 12 മണി ആവുന്നതിന് മുമ്പ് നിങ്ങൾ നടാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ വാടിപ്പോകും, നമ്മൾ നടന്നത് ഗുണം ചെയ്യില്ല. അപ്പം ഞങ്ങൾ ഇതുപോലെ കളയൊക്കെ പറിച്ച് മണ്ണൊക്കെ ഒതുക്കി ഇതുപോലെ ആക്കിയെടുത്തു. സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൂർക്കത്തല മുറിച്ചെടുത്തില്ലേ, അതൊക്കെ ലെവലാക്കി കട്ട് ചെയ്തെടുക്കണം. എല്ലാം ഒരേ ലെവലിൽ കട്ട് ചെയ്ത് മുറിച്ചെടുക്കണം. നമുക്ക് കണ്ട അമ്മ അതിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ലെവലാക്കി മുറിച്ചെടുക്കാം. ഒരു പിടിയായിട്ട് നമുക്ക് മുറിച്ചതുപോലെ മാറ്റി മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഓരോ ഇതും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി നടാൻ നോക്കാം. വെയിലാവുന്നതിന് മുമ്പ് നട്ട് തീർക്കാം. ഇതുപോലെ ചെറിയൊരു കുഴി പോലെ ആക്കി എടുത്തിട്ട് നമുക്കതിലേക്ക് ഓരോ പിടി നമ്മൾ ലെവലാക്കി കട്ട് ചെയ്ത് വെച്ചാൽ കൂർക്കത്തലയൊക്കെ അതിലേക്ക് വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാം. അമ്മ ഇതുപോലെ വാരം മാടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ മുകളിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഓരോ ഇതായിട്ട് ലെവലായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ കൂർക്കത്തല നമുക്ക് നട്ടു കൊടുക്കാം. നടലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ നട്ടത് ഒലിച്ചു പോകുന്ന രീതിയിൽ വെള്ളം കോരി ഒഴിക്കരുത്, സോഫ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. വെച്ചിട്ടാ അല്ലെങ്കിൽ ഉണ്ടാവില്ല.
നോക്കിയേ കൊച്ചിൻ്റെ നടല് കഴിഞ്ഞാ പറ നട്ട് കഴിഞ്ഞാ ഇതെന്തൂട്ടപ്പ നമ്മള് നട്ടറ കൂർക്കയാ നമ്മുടെ കൂർക്കത്തലയൊക്കെ നട്ട് കഴിഞ്ഞു. ഇനി ഒരു മാസം കഴിയുമ്പോൾ നമുക്കിതിന് എല്ലാത്തിനും വളം ഇട്ട് കൊടുക്കണം. അതെനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ താഴെ മുകളിൽ കാണിച്ചില്ലേ കറ്റാർവാഴയുടെ, അതിൻ്റെ തൈയൊക്കെ ഞാൻ താഴെ കൊണ്ടുവന്ന് നട്ടതാണ്. പിന്നെ ഞങ്ങൾ കള പറിച്ചപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞൾ ചെടി ഉണ്ടായിരുന്നു, അത് ഞാൻ താഴെ കൊണ്ടുവന്ന് നട്ടു. അപ്പോൾ വീണ്ടും കാണാം. അതുവരെയും ബൈ.